ഷേവ് പാലസ്തീൻ, ഷേവ് ഗാസ, എന്തോന്ന് ഷേവ്? ഇപ്പൊ എല്ലാരും പിശാരടിയുടെ മണ്ടക്ക് കയറിക്കോ. നിങ്ങളൊന്നും കേട്ടുവൊക്കെ. ഈവൻ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വരെ ഞാൻ പറയാണ്, നമ്മളിവിടെ പല പ്രതിഷേധങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നെതന്യാഹുവും UNOയും ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇവിടെ നമ്മൾ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് കൊണ്ടും ഇവിടെ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരെ തമ്മിൽ ജാതി പറഞ്ഞും വഴക്കിടിക്കാം എന്നുള്ളതല്ലാതെ റിസൾട്ട് ഇല്ല. ഇയാള് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇവിടെ കിടന്ന് ഇതിന്റെ പേരും പറഞ്ഞ് അടികൂടിയിട്ട് എന്താണ് കാര്യം? ഒരു ഗുണമുള്ളതല്ല. പാർട്ടിക്കാർക്ക് വോട്ട് കിട്ടും, അത്രയേ ഉള്ളൂ കാര്യം. ഇപ്പം അല്ലെങ്കിൽ ചിലര് പറയും ഞങ്ങൾ മനുഷ്യത്വത്തിന് വേണ്ടി പോരാടുന്നവരാണ്, അവിടെ കുട്ടികൾ മരിക്കുന്നു, ഗർഭിണികൾ മരിക്കുന്നു, സാധാരണക്കാർ മരിക്കുന്നു. ഓക്കെ, മരിക്കുന്നു. അങ്ങനാണെങ്കിൽ ഇതിന്റെ 4 ഇരട്ടി പേര് യുക്രൈനിൽ മരിക്കുന്നുണ്ട്. റഷ്യ ഇതിന്റെ 4 ഇരട്ടി ഭീകരതയാണ് യുക്രൈനിൽ കാണിച്ചു കൂട്ടുന്നത്. അതിനെതിരെ നിങ്ങൾക്ക് ആർക്കും ഒന്നും മിണ്ടണ്ടേ? ഇതൊന്ന് കേട്ടു നോക്ക്. We don't have too much time because we have a lot of wounded and dead people on the battlefield and through civilians. That's why we don't want to have this war during. അവിടുത്തെ സെലൻസ്കി പറയുന്നതാണ്, അതായത് റഷ്യ കാണിക്കുന്നത് വെറും പരമചറ്റത്തരമാണ്. അതായത് ഒരു രാജ്യത്തിന്റെ മേൽ കടന്നു കയറുവാണ്. അതിനെതിരെ ഇവിടെ ഒരാൾക്കും ഒരു അക്ഷരവും മിണ്ടണ്ട, ആർക്കും ഒന്നും മിണ്ടണ്ട. മിണ്ടട്ടതിന്റെ കാര്യം 3 കാരണങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, റഷ്യൻ ഉക്രൈൻ വാറിനകത്ത് 3 കാര്യങ്ങളില്ല. അമേരിക്ക, ഇസ്രയേല്, ഇസ്ലാം. ഇത് 3 അവിടെ ഇല്ല. ഇത് 3 ഉണ്ടെങ്കിലേ ഇവിടെ വോട്ട് കിട്ടത്തുള്ളൂ. ഇത് 3 ഉള്ളിടത്തെ വോട്ട് കിട്ടത്തുള്ളെന്ന് ഈ പാർട്ടിക്കാർക്കെല്ലാം നല്ലോണം അറിയാം. അതിനുവേണ്ടിയാണ് ഈ ഷേവ് പാലസ്തീനും ഷേവ് ഗാസ എല്ലാം പൊക്കിക്കൊണ്ട് കിടക്കുന്നത്. നിങ്ങൾ മനുഷ്യത്വത്തിന് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ നിങ്ങൾ സുഡാന് വേണ്ടി സംസാരിക്കണം, നൈജീരിയക്ക് വേണ്ടി സംസാരിക്കണം, ഒന്നുമില്ലെങ്കിലും യുക്രൈന് വേണ്ടിയെങ്കിലും സംസാരിക്കണം. എത്ര സംഘടനകൾ ആരിതിനു വേണ്ടി സംസാരിച്ചു? യുക്രൈന് വേണ്ടി. നിങ്ങൾ വലിയ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ നടക്കുന്നതിനെതിരെ എല്ലാം പ്രതിഷേധിക്കുന്നവരാണെങ്കിൽ നിങ്ങളിൽ എത്ര പേര് ഇതിനു വേണ്ടി സംസാരിക്കുന്നത്? അതായത് ഇതൊക്കെ വെറും ഉഡായിപ്പ് കാര്യങ്ങളാണ്. വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഷേവ് പാലസ്തീൻ, ഷേവ് ഗാസ എന്ന് പറഞ്ഞിറങ്ങുന്നത്. നിങ്ങളുടെ പ്രധാന ലക്ഷ്യം മനുഷ്യത്വം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിനെല്ലാം വേണ്ടി സംസാരിക്കണം.